ഹലോ കൂട്ടുകാരെ, ഇന്ന് പച്ചമുളക് ചെടിയെ പറ്റിയാണ്. പച്ചമുളക് ചെടി ചിലപ്പോൾ മുളക് തന്നിട്ട് അത് പഴുത്തു പോകും, ഇലകളെല്ലാം പഴുത്തു പോകും. ഇത് പഴുത്തു പോയ ചെടി പിന്നെ നമുക്ക് നല്ലപോലെ തളിർത്ത് വന്നിട്ട് നിറയെ മുളകുണ്ടാകും. അതിനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ടോ നിറയെ പച്ചമുളക്, ഒരു മുളക് ചെടി മതി നമുക്ക് ഒരു വർഷത്തിനുണ്ട് ധാരാളം മുളക് തരും. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ചാണകപ്പൊടി ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ല വളമാണ്. ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് എനിക്ക് ചാണകപ്പൊടി ഇല്ല, അതുകൊണ്ട് ഞാൻ ചായ വെച്ചതിൻ്റെ ചായപ്പൊടിയും മുട്ടത്തോട് പൊടിച്ചതും ഒക്കെയാണ് ഇടുന്നത്, ഉള്ളിത്തോലൊക്കെ. അപ്പം ധാരാളം മുളക് തരും. പിന്നെ കരിയിലയൊക്കെ പുതിയിടുന്നത് നല്ലതാണ് കേട്ടോ. കരിയില ഇതിൻ്റെ ചോട്ടിലിടുന്നതാണ് നല്ലതാണ്. നാട്ടിലൊക്കെ ഞാൻ മുളക് ചെടി നടുമ്പോൾ കരിയില ഇട്ട് കൊടുക്കും ചോട്ടിൽ. ഇത് ഓസ്ട്രേലിയയിലാണ്, ഇവിടെ കരിയിലയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കണ്ടോ, പഴുത്തു പോയായിരുന്നു. എന്നിട്ട് ഇലയെല്ലാം പൊഴിഞ്ഞു പോയി, തണ്ട് മാത്രമായി. എന്നിട്ട് ഞാനില്ലേ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ചുടുന്നതിൻ്റെ പാത്രം കഴുകി ആ വെള്ളം ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ അത് തളിർത്ത് വന്നു. പിന്നെ ഞാൻ അതുകൊണ്ട് ഒരാഴ്ച 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യും. പിന്നെ കണ്ടോ പൂവൊക്കെ ആയി, കായായി, മുളക് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സന്തോഷമായി, പിന്നെയും ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. അതായത് ഒരാഴ്ച 2-3 ദിവസം. അതായത് 1 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാം, ചോട്ടിൽ ഒഴിക്കാം. അതിൽ ദോശമാവിൻ്റെ ഉണ്ടാക്കിയ പാത്രം നമ്മൾ അപ്പോൾ ആ വെള്ളം ഒഴിച്ചാലും മതി. മുളക് ഉണ്ടായിക്കഴിഞ്ഞാൽ മുളക് പഴുത്ത് വരുന്നതിനിപ്പുറം ആ മുളയെല്ലാം പറിച്ചെടുക്കണം, അല്ലെങ്കിൽ ചീനി പഴുത്തു പോകും. കണ്ട, ഇലയെല്ലാം പഴുത്തു പോകും. എന്നിട്ടും പഴുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഗോതമ്പിൻ്റെ 1 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് ഒഴിക്കുക, ചുവട്ടിൽ ഒഴിക്കുക. അപ്പോൾ പിന്നെയും പച്ചിലകളുണ്ടായി, പൂവുണ്ടായി, മുളകുണ്ടാവും. നിങ്ങളങ്ങനെ ചെയ്തു നോക്കൂ. എത്രയായാലും മുളക് ഉണ്ടാകാതിരുന്നെങ്കിലേ ആ തളിരിലകളെല്ലാം ഞുള്ളിക്കളഞ്ഞാൽ മതി. അപ്പോൾ പൂവുണ്ടായി വേറെ ശേരങ്ങൾ പൊട്ടി മുളകുണ്ടാവും. അധികം പൊക്കം വെക്കുകയില്ല, പന്തലിച്ചിരിക്കും. ഞാനിവിടെ വേറെ മുളകൊക്കെ കാണിക്കുന്നുണ്ട്, കപ്സിക്കുണ്ട്, വേറെ ഉണ്ടമുളകുണ്ട്, അതെല്ലാം ഉണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ, അപ്പോൾ കാണാവേ. ഇലചീരട്ടി രോഗം ചിലപ്പോൾ വരും. അപ്പോൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്താൽ മതിയേ. ഒരാഴ്ച 2-3 ദിവസം രാവിലെയും വൈകിട്ടൊക്കെ സ്പ്രേ ചെയ്താൽ മതി. നല്ല വെയിലത്ത് ഇത് നട്ടുവെക്കണം. അപ്പോൾ നല്ല സൂര്യപ്രകാശം കൊണ്ട് നിറയെ പൂവും കായും ആവും, മുളക് കായ്ക്കും. മുളക് ചെടി കായ്ച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ. ഇത് പഴുത്ത് ഉണങ്ങി പത്രമുളക് പൊടിയാക്കാൻ വറുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച്. ഞാനങ്ങനെ കേരളത്തിൽ ചെയ്യുന്നതാണ്, ഇവിടെ ഓസ്ട്രേലിയയിൽ ചെയ്തില്ല. കേട്ടോ, എന്ത് മുളകാണ് ഇതെല്ലാം. ഇറച്ചിക്കകത്തൊക്കെ കീറിയിടാൻ നല്ല രസമല്ലേ, കറിക്കകത്തൊക്കെ. 3 മുളക് മതി, നല്ല എരിവുണ്ട്. പഴുത്തുപോയ മുളക് ചെടി നിങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കൂ. വെറുതെ അത് പോയെന്നോർത്ത് ഉപേക്ഷിക്കേണ്ട. ഉണങ്ങിയ തണ്ടൊക്കെ കട്ട് ചെയ്ത് കളയണം.
കരിയില പുതിയിടുമ്പോൾ നല്ല വളമാണ്, അങ്ങനെ ചെയ്യണം. ഇലകളെല്ലാം പച്ചക്കളർ വന്നില്ലേ. അങ്ങനെയൊന്നും പോകല, ഒരു വർഷമൊക്കെ നിൽക്കും, നല്ലപോലെ മുളക് തരികയും ചെയ്യും. ഇങ്ങനെ ഏതോ അവസ്ഥയായതായിരുന്നു എൻ്റെ മുളക് ചെടി. നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിച്ച ഒരു മുളക് ചെടി നട്ടുപിടിപ്പിച്ചാൽ മാർക്കറ്റിൽ നിന്ന് വിഷമുള്ള മുളക് മേടിക്കണ്ടാണല്ലോ അല്ലേ. വീട്ടിൽ ഉണക്കമുളക് പത്രമുളക് മേടിക്കില്ല, അതിൻ്റെ അരി എടുത്ത് ഇന്ന് തന്നെ നിങ്ങൾ നട്ടു നോക്കൂ. കണ്ടോ, പഴുത്തുപോയ ചെടി, അത് പിന്നെ നല്ല പച്ചിലകൾ വന്ന് പിന്നെ നല്ല നിറയെ മുളകുണ്ടാവും. കണ്ടോ, പൂ വരുന്നുണ്ട്. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെയിലത്തോ നടണം, ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിൽ ചായപ്പൊടി, നമ്മൾ വീട്ടിൽ കളയുന്ന ചായപ്പൊടി, സവോളത്തൊലി, മുട്ടത്തോട് പൊടിച്ചൊക്കെ ഇട്ടാൽ മതി. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. ഇല ചുരട്ടി രോഗത്തിന് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യും. കണ്ടോ, പാത്രം കഴിയ വെള്ളം, ഗോതമ്പ് ദോശ ഉണ്ടാക്കിയതിൻ്റെ പാത്രം കഴിയ വെള്ളമാണ്. കണ്ടോ, വീട്ടിൽ നിന്ന് നമുക്ക് മുളക് വിളവെടുത്ത് കണ്ടോ. ഇത് ഉണങ്ങിയെടുത്ത് പത്രമുളകാകല്ലേ. ധാരാളം മുളകുണ്ട്. ഒത്തിരി പഴുത്ത് നിന്ന ചീനിയും പോവും. അത് മാത്രമല്ല, പക്ഷികളെല്ലാം വന്ന് കൊത്തിയും തിന്നും. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചീനി മുളകെന്നാണ്. മുളക് ചെടിക്ക് ചീനി എന്നാണ് പേര്. കണ്ടോ, അത് മാത്രം പഴുത്ത് നിൽക്കുന്നു. ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കണം. ഇലയിലും മുളകിലും എല്ലാം വെള്ളം ഒഴിക്കണം. രാവിലെ വൈകിട്ട് ഞങ്ങൾ വെള്ളം ഒഴിക്കും. ചുവട്ടിന്ന് മുളക് ഉണ്ടാവും. അടിഭാഗത്തൊക്കെ എത്ര മുളകാന്ന് നോക്കി.
കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. കാന്താരി, കുഞ്ഞു കാന്താരി, ചെണ്ടമുറിയും കപ്പയ്ക്ക് കാന്താരി പൊട്ടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റുള്ള കൂട്ടുകാരെ. ചെറുപ്പത്തിൽ നിങ്ങൾ തിന്നിട്ടില്ല.